ഈശ്വരാ, എന്റെ കുട്ടി എവിടെ പോയി? ആയിഷ, ഈശ്വരാ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അയ്യോ, ജെയിംസ് ആണെങ്കിൽ പണിക്കും പോയി. ഞാൻ ആരോടാ ഇവിടെ പറയേണ്ടത്? ഇവിടെ ഒരാളെ എനിക്ക് പരിചയമില്ല. ദേവി, ഞാൻ ഇവിടുന്ന് ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? തലയൊക്കെ കറങ്ങുന്ന പോലെ തോന്നുന്നു. ഇന്നലെ രാത്രി എന്റെ കുട്ടി ഒത്തിരി സങ്കടപ്പെട്ടിട്ട് ഉറങ്ങിയത്. അവളിത് എവിടെ പോയി? അവൻ ഒറ്റക്കൊന്നും ഇറങ്ങി പോവാത്ത മോള. അവൾക്ക് എന്തീ പറ്റിയത് ദേവിയെ? ചിലപ്പോ ജെയിംസിന്റെ കൂടെ പണിസ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ജെയിംസ് എന്നോട് പറയില്ലേ? എന്തായാലും ഞാൻ ഇനി ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ജെയിംസിനോട് വിവരം പറയണം. പക്ഷെ ജെയിംസിന്റെ പണിസ്ഥലം എവിടെയാന്ന് പോലെ എനിക്കറിയില്ല. ഞാൻ എന്താ ഇവിടുന്ന് ചെയ്യേണ്ട ദേവി? എന്റെ കുട്ടിനെ കാണുന്നില്ല. ഇവിടെ ഒരാൾ എനിക്ക് അറിയത്തില്ല. ഞാൻ എന്താ ഇവിടെ ഇരുന്ന് ചെയ്യേണ്ടത്? മുന്നോട്ട് നടന്നു നോക്കാം. ഏതെങ്കിലും വീട് കാണായിരിക്കും. അവരോട് പോയിട്ട് ചോദിച്ചു നോക്കാം. അല്ലാതെ ഞാൻ ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. മോളെ ആയിഷ, ആയിഷ, പൊന്നാര കൊയ്യേ, ഇതിനി ഞാനിടണ വിത്തട്ടം വന്ന് കൊത്തി പറിച്ച എന്റെ മൂട്ടിലിട്ടൊന്ന് ഞാൻ തരൂട്ടാ. ഹലോ താത്ത, ഇതാരാപ്പത്? താത്ത, നിങ്ങൾ ഇന്റെ മോളെ ആയിഷനെ കണ്ടീനോ? ഏതാ ആയിഷ? ഇവരോട് ചോദിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഇവർക്ക് എങ്ങനെ അറിയാനാ? നിങ്ങൾ എവിടെ ഉള്ളതാ? ഞാൻ കുറച്ച് അപ്പുറത്തുള്ളതാ. ഓ, എന്തായിരുന്നു പ്രശ്നം? ഇവിടെ ഒന്നും ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഞാൻ വീടിന്റെ വെളിയിൽ ഇറങ്ങാറേ ഇല്ല. ഓ, എന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്ന കാര്യം? അത് പിന്നെ എന്റെ മോളെ കാണുന്നില്ല. അയ്യോ, എന്നിട്ട്? അപ്പൊ മോള് ഇവിടെയെങ്ങാനും വന്നോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഒരു കുട്ടിയും ഈ ഭാഗത്തൊന്നും വന്നിട്ടില്ല. അല്ല, നിങ്ങൾ മാത്രമുള്ള വീട്ടില്? അല്ല, എന്റെ ഹസ്ബൻഡും ഉണ്ട്. എന്നാൽ ഹസ്ബൻഡിനോട് കാര്യം പറ. അതിന് എനിക്ക് ഹസ്ബൻഡിന്റെ ജോലി സ്ഥലം എവിടാന്ന് അറിയില്ല. സ്വന്തം ഭർത്താവിന്റെ ജോലി സ്ഥലം പോലും അറിയാത്തൊരു ഭാര്യ ലോകത്ത് നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ, ഞാൻ മാത്രമേ ലോകത്ത് ഇങ്ങനെ ജീവിക്കുന്നുള്ളൂ. അല്ല, നിങ്ങളെ കെട്ടിയന്റെ പേരെന്താ? ജെയിംസ്. എന്താ കെട്ടിയന് ജോലി? ഒരു ഫാർമറാ. ഓ, ദൂരെയാണോ? അല്ല, ഈ നാട്ടിൽ തന്നെയാ. ആഹാ, അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി നടന്നു കഴിഞ്ഞാല് ഒരു മുന്തിരിത്തോട്ടുണ്ട്. അവിടെ ഒരുപാട് കർഷകർ ജോലി എടുക്കുന്നുണ്ട്. അതെയോ? അതെ. അപ്പൊ നിങ്ങളെ കെട്ടിയാലും മിക്കവാറും അവിടെ ആയിരിക്കും ജോലി എടുക്കുന്നത്. ഇനി സമയം ഒട്ടും കളയണ്ട. എത്രയും പെട്ടെന്ന് കെട്ടിയാനും കൂട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോയിക്കോളൂ. എന്നാ ശരി, ഞാൻ പോട്ടെ. പോയിക്കോളൂ. പാവം, എത്രയും പെട്ടെന്ന് ഈ പെണ്ണിന്റെ കുട്ടീനെ കണ്ടുപിടിക്കാൻ കഴിയട്ടെ. മുതലാളി, എന്താടാ തൊഴിലാളി? ഞാൻ ഈ വെജിറ്റബിൾസ് ഒക്കെ എവിടെയാ വെക്കേണ്ടത്? എന്റെ നെഞ്ചത്ത് കൊണ്ട് വെക്കടാ. ശരി മുതലാളി. ഹോ, ഇങ്ങനൊരു മരപ്പൊട്ടൻ. എന്താ മുതലാളി? എന്റെ പൊന്നാര മത്തായി, നീ ആ വെജിറ്റബിൾസ് മറ്റേ പറമ്പ് കൊണ്ട് വെക്ക്. അതെന്നാ ആദ്യം പറഞ്ഞാ പോരെ മുതലാളി? അത് നിനക്ക് അറിയാവുന്നതല്ലടാ. നീ എന്നും ചെയ്യുന്ന ജോലിയല്ലേ. പിന്നെ എന്തിനാ നീ എന്നോട് ഇതിങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നത്? അത് പിന്നെ മുതലാളിയോട് ചോദിച്ചിട്ട് ചെയ്യുമ്പോ എനിക്കൊരു സമാധാനമുള്ളൂ. ഓ, ഇങ്ങനെ ഒരു മരപ്പൊട്ടൻ. ഒന്ന് മുന്നിന്ന് മാറടാ. ഇതൊന്ന് ഞാൻ അവിടെ കൊണ്ട് തട്ടട്ടെ. ശരി മുതലാളി. അവന്റെ അച്ഛന്റെ സങ്കടം കണ്ടിട്ട് ഇവനൊരു ജോലി ഞാൻ കൊടുത്തത്. മുതലാളി എന്തെങ്കിലും പറയുന്നുണ്ടോ? ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്റെ പൊന്നു മോനെ. നീ അതൊന്ന് അതിന്റെ സ്ഥാനത്ത് കൊണ്ടുവെക്ക്. ശരി മുതലാളി. അല്ലെങ്കിൽ ഈ മനുഷ്യന് 100 കൂട്ടം പ്രശ്നങ്ങളാ. അതിനുള്ളിൽ കൂടെ പുട്ടിന് തേങ്ങ ഇട്ട് കൊടുക്കുന്ന പോലെ ഇവനും. മനുഷ്യന് തല കത്തുന്നു. ആഹാ, അശ്വതി, നീയോ? എന്താ അശ്വതി, നീ ഇങ്ങോട്ട് വന്നത്? എന്താ അശ്വതി, നീ മോളെ ഒറ്റക്കാക്കിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്? എന്താ അശ്വതി, നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ? നമ്മുടെ മോളോ? നമ്മുടെ മോൾ എങ്ങനെയാ ഇവിടെ ഉണ്ടാവാ? എന്ത്? അതെ ജെയിംസ്, ഞാൻ വീട് മുഴുവനും തെരഞ്ഞു, എവിടെയും കാണുന്നില്ല. എന്റെ അശ്വതി, നീ എല്ലാ സ്ഥലത്തും നോക്കിയോ? അതെ, ഇനി ഞാൻ നോക്കാൻ ഒരിടവും ബാക്കിയില്ല ജെയിംസ്. ഈശ്വര, മോളൊക്കെ എവിടെ പോയി? ഇന്നലെ രാത്രി ഒത്തിരി വിഷമിച്ചിട്ടാണ് നമ്മുടെ മോള് കിടന്നുറങ്ങിയത്. എന്റെ ദേവി, ഞാൻ അവളോട് എല്ലാ സത്യം തുറന്നു പറഞ്ഞതല്ലേ. അയ്യോ, മോളെന്തെങ്കിലും കടങ്കൈ ചെയ്തോ? എന്താ ജെയിംസ്
ആലോചിക്കുന്നത്? മുതലാളി കഴിഞ്ഞ മാസത്തെ സാലറി കിട്ടിയില്ല കേട്ടോ. അതിന് നീ കഴിഞ്ഞ മാസം എത്ര ദിവസമാടാ പണിക്ക് വന്നത്? അതെ പറയടാ. 5 ദിവസല്ലേ മുതലാളി? 5 അല്ല 2. അത് പിന്നെ മുതലാളി പനി പിടിച്ചത് കാരണം. നിന്റെ പനി കാരണം എല്ലാ പണിയും ഞാൻ എടുത്തത്. അതുകൊണ്ട് മുതലാളി കഴിഞ്ഞ മാസത്തെ സാലറി ഞാൻ തന്നെ അങ്ങ് എടുത്തു. മുതലാളി. അതേടാ മുതലാളി തന്നെ. എന്താടാ നിന്ന് മോങ്ങുന്നേ? അത് പിന്നെ മുതലാളി അമ്മയ്ക്ക് തീരെ സുഖമില്ല. അതുകൊണ്ട് മുതലാളി എനിക്ക് കുറച്ച് ക്യാഷ് തരണം. നീ ആദ്യം നല്ല പോലെ ജോലി എടുക്ക്, എന്നിട്ട് ആലോചിക്കാം പണം തരണോ വേണ്ടേന്ന്. ഈ മുതലാളി എന്ത് ഇങ്ങനെ? നിന്റെ ഒരടവുന്തേ ഈ രാജപ്പന്റെ അടുത്ത് കേൾക്കൂലട്ടോ. നിന്റെ അമ്മതേ ഇന്ന് ഞാൻ രാവിലെ വരാൻ നേരത്ത് കണ്ടല്ലോ പയറുമണി പോലെ ഓടിച്ചാടി നടക്കുന്നത്. ഈ അമ്മേനെ കൊണ്ട് തോറ്റു. എന്നാ മോനെ പോയി വേഗം ജോലി ആരംഭിക്ക്. മുതലാളി. എന്തുവാടേ? മുതലാളി ഈ കുഴിയില്. എന്താടാ? മുതലാളി ഒന്നിങ്ങ് വന്ന് നോക്കിക്കേ. ഓ ഈ ചെക്കനെ കൊണ്ട് പണി എടുക്കാതിരിക്കാൻ വേണ്ടിട്ട് വല്ല അടവുമായിട്ട് നീ വരികയാണെങ്കില്. അല്ല മുതലാളി ഒന്ന് നോക്ക്. അയ്യോ മുതലാളി നമ്മളിപ്പോ എന്താ ചെയ്യാ? ഈശ്വര കണ്ടിട്ട് പേടിയാവുന്നു. മുതലാളി പുലിവാലായല്ലോ ഈശ്വര. മുതലാളി കണ്ടിട്ട് മരിച്ച പോലെയുണ്ട്. നമ്മളിപ്പോ എന്താ ചെയ്യാ? മുതലാളി പോലീസിൽ അറിയിക്കാം. കണ്ടിട്ട് കൊന്നു തള്ളിയ പോലെയുണ്ട്. മുതലാളി എനിക്ക് പേടിയാകുന്നു. പേടിക്കാതിരിക്കും, ഈ മുതലാളി ഇല്ലേ? അതെന്നാ മുതലാളി എന്റെ ഏറ്റവും വലിയ പേടി. പാവം, എന്നാലും ഇതാരെ മോളായിരിക്കും? മുതലാളി ആ കുട്ടിയുടെ ബോഡി കുഴിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കണ്ടേ? അതൊന്നും നമ്മളിപ്പോ ചെയ്യണ്ട. അശ്വതി നീ കരയാതിരിക്കെ, ഞാൻ ഇതേ വരുന്നു. ഞാൻ ഇതേ വന്നു. ഈ പണി സാധനവും ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റട്ടെ. ഇത് മുതലാളി നമുക്കിത് ഇവരോട് പറയാൻ കാര്യം. ഈ നാട്ടിലൊന്നും കണ്ടിട്ടില്ലാത്തവരാണല്ലോ. ഇവരോടൊന്ന് ചോദിച്ചു നോക്ക് അടുത്തെവിടെ പോലീസ് സ്റ്റേഷൻ ഉള്ളതെന്ന്. ഞാൻ ചോദിക്കാം. അതെ ചേട്ടാ. എന്താ? അത് പിന്നെ എന്റെ മോളെ കാണാനില്ല. ഈശ്വര, മുതലാളി ഇവരുടെ മോളായിരിക്കോ ഇതിനുള്ളിലുള്ളത്? നീ തിരക്ക് കൂട്ടാതെടാ, നമുക്ക് ചോദിച്ചു നോക്കാം എന്താ കാര്യം. ശരി മുതലാളി. ചേട്ടന്മാരെ ഒന്ന് പറഞ്ഞു തരാമോ പോലീസ് സ്റ്റേഷനിലേക്കുള്ള വഴി? ഒന്നങ്ങോട്ട് മാറി നിന്നേടാ. വിഷമം തോന്നരുത്, ഞങ്ങൾ ഒരു കാര്യം പറയാം. എന്താ? ഞങ്ങളിതേ പണി ആരംഭിക്കാൻ പോകുകയായിരുന്നു. അപ്പൊ ഞങ്ങള് ഒരു കാര്യം കണ്ടു. എന്ത്? ഈ കുഴിയില് ഒരു കൊച്ചു കുഞ്ഞിന്റെ ബോഡി. അത് നിങ്ങളുടെ മോളാണോന്നൊന്നും ഞങ്ങൾക്കറിയില്ല. നിങ്ങളൊന്ന് നോക്കി നോക്ക്. ഹലോ കൂട്ടുകാരി, പുതുതായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാര് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു പോയിക്കല്ലേ കൂട്ടുകാരി. നമ്മുടെ വീഡിയോസിന് സപ്പോർട്ട് തരുന്ന കൂട്ടുകാരോട് ഒത്തിരി നന്ദി പറയാണേ. താങ്ക് യു ഓൾ, ലവ് യു ഓൾ. അതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ. ലൈക്ക് ചെയ്യാൻ എന്റെ കൂട്ടുകാര് മറന്നു പോകുന്നുണ്ട് കേട്ടോ. കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കമന്റ് ചെയ്യാനും മറക്കല്ലേ, ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ലവ് യു ഓൾ.